അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കോഴിയാണ്. അവലും പഴവും വീട്ടിലുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നാക്ക്, ഹെൽത്തി സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. ഇതൊരു രക്ഷയില്ലാത്ത കോംബോ ആണ് കേട്ടോ. ശർക്കരയും പഴവും അവലും. ഇതെൻ്റെ വെർഷനിലാണ് ഞാൻ കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി കോംബോ ആണ്. സോ യമ്മി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ അവൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ക്രഞ്ചിനെസ് ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ പാലിലത് കുഴഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉച്ചതിരിഞ്ഞ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാനും ഇത് ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 1.5 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ നൈസ് അവലാണ്. കടകളിൽ ചോദിച്ചാൽ തന്നെ അത് കിട്ടും. അതാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് പഴമാണ് എടുക്കുന്നത്. ചെറുപഴമാണ്, കുന്നമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാളയംകുടം പഴം വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പഴവും ഇതിന് ഉപയോഗിക്കാമേ. ഇനി ഇതിലേക്ക് ആവശ്യമായ പാലാണ് ചേർക്കുന്നത്. നാളികേര പാല് തന്നെ എടുക്കണം. ഫ്രഷ് പാല് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരിക. നല്ല കട്ടിപ്പാല് തന്നെ, 1-ാം പാല് തന്നെ ആണ് ചേർക്കുന്നത്. അടുത്തതായി മധുരത്തിനായി ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചിക്കോയിൽ സാധാരണ പഞ്ചസാര കൂടി ചേർക്കും. ഞാൻ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി പൊടിച്ചത് ചേർക്കുന്നുണ്ട്. വയറിനൊക്കെ ഇത് നല്ലതാണ്. ഇതിലേക്ക് ഉള്ളിനീര് കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ കാരണമാണ്. ഇതിനി നന്നായി കൂട്ടി യോജിപ്പിച്ച് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം മാത്രം ലാസ്റ്റ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവലത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം മാത്രം ചേർക്കുക. എന്നാലാണ് അവലിൻ്റെ ആ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഈ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തണേ.
അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം.